ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അപ്പോൾ എല്ലാവരും പറഞ്ഞു കേട്ടോ, പഴംപൊരിയും ബീഫും നല്ല കോമ്പിനേഷനാണ്. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? വീഡിയോയിലേക്ക് പോകാം. പഴംപൊരിക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ നമുക്ക് ആദ്യം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് പഞ്ചസാര, മഞ്ഞൾപ്പൊടി കളറിന് ആവശ്യമായിട്ട് ഉപ്പ്, അതിൻ്റെ കൂടെ നമ്മൾ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി പരിപാടികളെല്ലാം ചെയ്യാം. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മൾ മാവ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. നമുക്കിനി ബീഫ് കറി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ഇട്ടു. കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഉലുവയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഉള്ളിയാണ് കേട്ടോ. ചെറിയ ഉള്ളിയും ഉണ്ട്, അതുപോലെ വലിയ ഉള്ളി ഉണ്ട്, നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉള്ളി വേഗം വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കതിനകത്തേക്ക് കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കണം. അതിന് ശേഷം കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുത്ത് ഇളക്കാം. ഇത് കുറച്ചൊന്ന് ഇതായി വരുമ്പോഴത്തേക്ക് നമ്മളതിനകത്തേക്ക് തക്കാളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് നന്നായിട്ട് വഴന്ന് വരട്ടെ. വഴന്ന് വരുന്ന സമയം കൊണ്ട് നമ്മൾ ഗ്രേവി ആയിട്ടാണ് ബീഫ് ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കതിന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു കൂട്ടിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്തും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചതും കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ആ സമയം കൊണ്ട് നമുക്കിതിനകത്തേക്ക് മസാല തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ സാദാ മുളക് പൊടി, അതുപോലെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മല്ലിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ ചൂടാക്കി എടുക്കണം. ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് പെരിഞ്ചീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അടുപ്പത്ത് വെച്ച് മൂപ്പിച്ചെടുക്കണം. ഈ പൊടി നമ്മൾ മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വഴറ്റി വെച്ച് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക, എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുപ്പത്തിരുന്ന് ഒന്നും കൂടെ അതൊന്ന് മൂത്ത് വരും. അതിന് ശേഷം നമ്മൾ ബീഫ് നന്നാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ബീഫ് നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കണം കേട്ടോ. നമ്മൾ മൂടി വെച്ച് കുറച്ച് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഇളക്കിയിട്ട് ഉപ്പുണ്ടോയെന്ന് നോക്കി. ഇപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വയ്ക്കുകയാണ്. നന്നായിട്ട് വെന്ത് വരട്ടെ. മസാലയൊക്കെ അതിനകത്തേക്ക് പിടിച്ച് നല്ല ഉഷാറായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒന്നും കൂടി നമ്മളൊന്ന് മൂടി തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. അപ്പം നമ്മൾ ഇതിനകത്തേക്ക് കുരുമുളക് പൊടിയും അതുപോലെ ഗരം മസാലയും ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വേറെ മസാലകളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വെച്ചതാണ് ഗരം മസാല. നമ്മളൊരു മസാലയും നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ വാങ്ങാറില്ല കേട്ടോ. നമ്മൾ ഗരം മസാലയും കുരുമുളകും പൊടിയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുകയാണ്. അത് പിന്നെ നമ്മൾ ഒന്നുകൂടെ മൂടി വെക്കുന്നുണ്ട് കേട്ടോ. അത് നമുക്ക് പഴംപൊരി ഉണ്ടാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കണക്കാം കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കൊലയാണ്. അത് തീരാനായിട്ട് ബാക്കിയൊക്കെ നമ്മൾ പുഴുങ്ങി കഴിച്ചു. നമ്മൾ തീരാനായപ്പോഴാണ് പഴംപൊരി ഉണ്ടാക്കാമെന്നുള്ള തീരുമാനത്തിലെത്തിയത് കേട്ടോ. പഴം നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിന്നാണ് പറിച്ചെടുക്കുന്നത്. അങ്ങനെ ഇത്രയും പഴം നമ്മൾ പറിച്ചെടുത്തിട്ടുണ്ട്. കുഞ്ഞൂസ് എൻ്റെ പുറകെ കിടന്ന് തൂങ്ങുന്നുണ്ട് കേട്ടോ. നമ്മൾ തൊലിയെല്ലാം കളഞ്ഞ് റെഡിയാക്കി എടുത്തു. അപ്പോൾ നമുക്ക് ബീഫ് വാങ്ങാനുള്ള സമയം. അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് ഇളക്കിയതിന് ശേഷം നമ്മളത് വാങ്ങി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ പഴംപൊരിക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി പരിപാടി ചെയ്യാം കേട്ടോ. പഴം പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമ്മൾ 4 പീസാക്കിയിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു പഴം. അതിന് ശേഷം നമ്മൾ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, ആ മാവിലേക്ക് നമ്മൾ ഒരു ശകലം പഞ്ചസാരയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ പഴം അരിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിനകത്തേക്ക് മാവിൽ മുക്കി പൊരിച്ചെടുക്കണം നമുക്ക്. അങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നല്ലപോലെ ഡ്രൈ ആയിട്ട് നമ്മൾ പൊരിച്ചെടുക്കണം. നല്ല കറുമുറാന്നുള്ള ആവുന്നവരെ നമ്മൾ എണ്ണയിലിട്ട് വറുത്ത് കോരണം കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ ട്രിപ്പ് കോരാനുള്ള സമയമായി. അതിന് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ പഴംപൊരി എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഓരോരോ ട്രിപ്പായിട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ പഴംപൊരിയൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി പഴംപൊരിയാണ്, കാണുമ്പോൾ തന്നെ കൊതി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ ട്രിപ്പ് പഴംപൊരിയും കൂടെ സെറ്റാക്കി. ഇനി നമുക്കിത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലേക്ക് കിടക്കാം. നമ്മൾ ബീഫും പഴംപൊരിയും കൂടെ കൂട്ടി കഴിക്കാൻ പോവാണ് കേട്ടോ. എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും പറഞ്ഞിട്ട് കേട്ടിട്ടുള്ള അറിവുകൾ നമുക്ക് കഴിച്ച് നോക്കാം കേട്ടോ. കഴിക്കാൻ തുടങ്ങിയ വേണം ഇതാ കറണ്ട് അങ്ങ് പോയി കേട്ടോ. അപ്പോൾ നമ്മൾ ലൊക്കേഷൻ മാറ്റി പിടിച്ചു, അടുക്കളയിലേക്ക് പോയി. അവിടുന്ന് കുഞ്ഞൂസിനെയും കൂട്ടിയിട്ട് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. നല്ല അടിപൊളി കോമ്പിനേഷനാണ്. ഒരു തവണയെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവരും. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ടാറ്റാ.